പ്രശസ്ത എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണനുമായുള്ള അഭിമുഖത്തിൻ്റെ 2ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പി നാരായണൻ എന്ന എഴുത്തുകാരനെ കൽപ്പറ്റ നാരായണൻ എന്ന പേരിലേക്ക് പരിവർത്തനം ചെയ്ത KC നാരായണൻ എന്ന പത്രാധിപർ എങ്ങനെ ഓർമ്മിക്കുന്നു ആ സൗഹൃദത്തെ? KC നാരായണൻ പത്രാധിപരായിരുന്നപ്പോൾ മാതൃഭൂമി വാരാന്തപ്പതിപ്പിൻ്റെ പത്രാധിപർ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന എഴുത്തുകാരിൽ ഒരാളാണ് ഈ ജയമോഹനൻ മലയാളത്തിലേക്ക്. പിന്നെ ഒരാൾ ഞാനാണ്, പിന്നെ ഒരാൾ സോമനാണ്. ഇങ്ങനെ പുതിയ പുതിയ എഴുത്തുകാരെ, അതിനൊരു 2ാം പേജ് ഉണ്ടായിരുന്നു. ലിറ്ററേച്ചർ മാത്രമുള്ളത് എന്നല്ല, അതികേമമായിട്ട് ലിറ്ററേച്ചർ. അപ്പോൾ അതൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ നാരായണനും ഒരു നാരായണനായതുകൊണ്ട് മറ്റൊരു നാരായണനും അവരുത് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കൽപ്പറ്റ നാരായണൻ എന്നുള്ള പേര്. മാഷ് സെലക്ട് ചെയ്തതാണോ? KC സെലക്ട് ചെയ്തത്. KC കാരണമാണ് ഈ കൽപ്പറ്റ നാരായണൻ. അത് അംഗീകരിച്ചു. പിന്നെ അംഗീകരിച്ചു. പിന്നെ നിവൃത്തിയില്ല. മലയാളത്തിലെ 10 കവികളെ പുതിയ കവിതയുടെ ദശാവതാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനം, അത് നാരായണനോട് എഴുതാൻ പറഞ്ഞതായിരുന്നു മാതൃഭൂമി. അപ്പം നാരായണൻ എന്നോട് ചോദിച്ചു, എനിക്ക് എഴുതാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലേഖനം. എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പുതിയ കവിതയുടെ ദശാവതാരം എന്ന് പറയുന്ന ഈ ലേഖനമാണ്. അങ്ങനെയാണ് M. ഗോവിന്ദനൊക്കെ എന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. പുതിയ മാറ്റത്തിൻ്റെ പുസ്തകമായിരുന്നല്ലോ 10 പുസ്തകങ്ങൾ. ഈ 10 പുസ്തകങ്ങളെക്കുറിച്ചുള്ള ആദ്യ നിരീക്ഷണങ്ങൾ. അപ്പോൾ അതും KC നാരായണനാണ് അവകാശപ്പെട്ടത് എന്നെ ലൈംലൈറ്റിൽ കാണിക്കാൻ. നമുക്ക് കവിതയിലേക്ക് തിരിച്ചു വന്നാൽ, കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മാഷ് കവിതയിൽ സജീവമായി ഉണ്ട്. കവിതയ്ക്കാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അത് ആഗോളവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ, വലിയ ബൃഹദാഖ്യാനങ്ങൾ നിരസിച്ചുകൊണ്ട് കവിത സൂക്ഷ്മ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്, ലിംഗപദവി കവിതയിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, കറുപ്പ് വെളുപ്പ് ദ്വന്ദ്വം ചോദ്യം ചെയ്യപ്പെടുന്നു. മാഷ് എങ്ങനെയാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തെ കവിതയിൽ വന്ന മാറ്റത്തെ കവിതയിൽ ഇപ്പോഴും സക്രിയമായി സജീവമായി നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തുന്നത്? അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ പൊതുവെ ഫിലോസഫി കവിതയിൽ എഴുതുന്ന ഒരാളാണ്. പോയട്രി ഈസ് ഫിലോസഫി എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ലാംഗ്വേജ് ഈസ് മെറ്റഫറിക്കൽ, പോയട്രി ഈസ് ഫിലോസഫിക്കൽ എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ തത്വചിന്താപരമായിട്ട് നമ്മളെ ബാധിക്കുന്ന ചിന്തകളാണ് ആദ്യം തൊട്ടേ എഴുതുന്നത്. അങ്ങനെ ആദ്യം തൊട്ടേ എഴുതുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം എഴുതിയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള കവിത ടീച്ചർ ഇപ്പോഴും 2ലാണ് എന്ന കവിതയാണ്. അപ്പോൾ അതിലും ഈ സ്ത്രീ ആയതുകൊണ്ട് ടീച്ചർ അതേ സ്ഥാനത്തിരിക്കുന്നു ഇപ്പോഴും എന്നുള്ള ഒരു വേദനയുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ ഭാര്യ പോസ്റ്റ് ഗ്രാജുവേറ്റാണ്. പക്ഷേ അവൾ പ്രൈമറി ടീച്ചറായിരുന്നു. ഞാനും പോസ്റ്റ് ഗ്രാജുവേറ്റായിരുന്നു. അപ്പോഴുള്ള പ്രണയത്തിൻ്റെ ഫലമായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഞാനോ പിന്നിട്ടുകൊണ്ടേയിരുന്നു, അവരോ പിന്നിട്ടതേയില്ല. അതുകൊണ്ട് ടീച്ചർ ഇപ്പോഴും 2ലാണ് എന്ന വരി ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പം അതാണ്. ബാക്കി കുട്ടികളൊക്കെ പലരുമായി ഓരോരുത്തരായി. ടീച്ചർ ഇപ്പോഴും സമസ്തപദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. 2ാം ക്ലാസ്സിൽ സമസ്തപദം ഇല്ല. പിന്നെ ആ കുട്ടികളാണെങ്കിൽ അവരാലാവും പോലെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവിടെ ഡീറ്റെയിൽസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2ാം ക്ലാസ്സിൽ പല്ല് പോയിണ്ടാവും മിക്കവാറും കുട്ടികൾ. അപ്പം ഇങ്ങനെയുള്ള സൂക്ഷ്മതകളൊക്കെയുള്ള എന്നാലും ഫിലോസഫിക്കലായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാവ്യരചന. അത് എല്ലാ സമയത്തും ഇന്നും. ഇപ്പോഴിതാ 72 വയസ്സ് കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, അല്ല എൻ്റെ പിറന്നാളിനിരിക്കുമ്പോൾ, ഒരാൾ എൻ്റെ മനസ്സാക്ഷിയോ ആരുടെ ലോക മനസ്സാക്ഷിയോ എന്നോട് ചോദിക്കുന്നു, എങ്ങനെ ഇവിടെ എത്തി? നീന്തിക്കയറിയ പുഴയിൽ ചുഴികളുണ്ടായിരുന്നില്ലേ? ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അതിനുള്ള മറുപടി ഇങ്ങനെയായിട്ട് മാറുകയാണ്. അപ്പോൾ അതിലൊക്കെ ഫിലോസഫിക്കൽ എന്ന് പറയുമ്പോൾ ഒരു മരണാവബോധം എന്ന് വേണോ അതിനെ പറയാൻ. എൻ്റെ രചനകളിലൊക്കെ സൂക്ഷ്മമായി പറഞ്ഞാൽ ഒരു മരണാവബോധം പ്രകാശിക്കുന്നുണ്ട്. അതിൽ ആ ഏകാന്തത നിറഞ്ഞ കുട്ടിക്കാലം അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. മരണത്തെ അടുത്ത് കണ്ട ഒരു വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിലെ വയലിൽ അവസാനത്തെ
പടി നിലങ്ങളൊക്കെ ചതുപ്പ് നിലങ്ങളായിരുന്നു. അവിടെ നമ്മൾ കാല് താഴ്ത്തിയാൽ സാധാരണഗതിക്ക് അരയ്ക്ക് താണു പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ അന്നൊരു ദിവസം ഞാൻ ചവിട്ടിയപ്പോൾ അരയും കഴിഞ്ഞ്, നെഞ്ചും കഴിഞ്ഞ്, കഴുത്തും കഴിഞ്ഞ്, കാത് വരെ ഞാൻ താഴുകയാണ്. ഞാൻ താണുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാട് ഒരാളുമില്ല. അപ്പോൾ ഈ കൈകൾ ഇങ്ങനെ പരത്തി വെച്ച് നോക്കി, എന്നിട്ടും താഴുകയാണ്, കൈയടക്കം താഴുകയാണ്. എൻ്റെ ഭാരമുണ്ടല്ലോ. അങ്ങനെയാണ് ഭൂഗുരുത്വത്തെക്കുറിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് ഒരു കരിങ്കല്ലിൽ എൻ്റെ കാല്, അതിൻ്റെ മുകളിൽ ഞാൻ നിന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ നിശബ്ദത. അതെ, അങ്ങനെ നിന്ന് പിന്നെ ആ കല്ല് നിലയുറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ചരിഞ്ഞ് കിടന്ന് ചളിയിലൂടെ നീന്തി ഞാൻ വരിക ചെയ്യുന്നു. നമ്മുടെ പഴയ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് മാഷ് ഇത് പറഞ്ഞു തുടങ്ങിയത്. ചോദ്യം ഇതായിരുന്നു, 30 വർഷത്തെ അല്ലെങ്കിൽ 3 പതിറ്റാണ്ടിൻ്റെ കവിതയോടൊപ്പമുള്ള നടത്തം, ചുറ്റുമുള്ള കവികളെ, തൻ്റെ തലമുറയിലെയും അതിനുശേഷം വന്ന തലമുറയിലെയും കവികളെ ഒരു കവി എന്നുള്ള നിലയിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്നായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ പറയാൻ വന്നത്, ഇത്തരം പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ ഒരു പക്ഷേ ആ നാട്ടിലായതുകൊണ്ട്, ആ കുഗ്രാമം എന്ന് പറഞ്ഞാൽ കുഗ്രാമം 6 മൈൽ നടക്കണം ഒരു ബസ്സിൻ്റെ അടുത്തേക്ക് വരാൻ. പിന്നെ റേഷൻ ഷാപ്പിലേക്ക് പോകാൻ 3 നാഴിക വേണം. പിന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ 3 നാഴിക വേണം. എല്ലായിടത്തേക്കും ദൂരം. അങ്ങനത്തെ ഒരു കുഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന ഒരാൾ പിന്നെ ഒഴിവു ദിവസങ്ങളിലൊക്കെ പശുവിനെ മേയ്ക്കണം, പിന്നെ പുല്ലരിയാൻ പോകണം, ഇങ്ങനെയൊക്കെയുള്ള പണികളാണ്. ഇതൊക്കെ ചെയ്യും. ഞാനാണ് അങ്ങാടിയിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുക. ഈ പണികളൊക്കെ ഏട്ടനൊക്കെ കുറച്ച് സ്റ്റൈലായിട്ടുള്ള ഒരാളാണ്, നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന, കുറച്ചൊരു സുന്ദരനായിട്ടുള്ള, കാഴ്ചയിൽ തന്നെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരാൾ. എൻ്റെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും വിസിബിലിറ്റി ഇല്ല എനിക്ക്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാൽ പോലും മറ്റെല്ലാവരെയും കണ്ടിട്ടാണ് എന്നെ കാണുക, എന്നെ ഒരാളും കാണില്ല. ഞാൻ ഈ ട്രെയിൻ ഇറക്കിയാൽ മാത്രമാണ് അവരെന്താ നോക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. അപ്പോൾ പൊതുവെ എവിടെ ചെന്നാലും ശരി, ഇപ്പോൾ ഒരു ജീപ്പിലാണ് ആളുകളെ കയറ്റി കൽപ്പറ്റയ്ക്ക് കമ്പളക്കാട് നിന്ന് കൊണ്ടുപോവുക. പക്ഷേ ഞാൻ എത്തുന്നതിന് മുമ്പ് ജീപ്പ് പുറപ്പെടും, ഞാൻ ഓടി വരുന്നതൊന്നും ആരും കാണില്ല. ഇങ്ങനെ അദൃശ്യതേൻ്റെ ഒരു ഏകാന്തത ഭീകരമായിട്ട് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് ഈ ഒരു പെയിൻ എൻ്റെ പോയട്രിക്ക് സവിശേഷമായിട്ട് ഉണ്ട്. അത് വ്യക്തിപരമായ അനുഭവങ്ങളെ ദാർശനിക തലത്തിലേക്ക് പരിവർത്തിപ്പിക്കുക. അതെ അതെ അതെ, എല്ലാം അങ്ങനെ തന്നെയാണ്. വ്യക്തി അനുഭവങ്ങളല്ലാത്തതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ചെറിയ മകൻ ഇങ്ങനെ പിന്നെ എൻ്റെ പോർട്രേറ്റ് വരയ്ക്കുക. അങ്ങനെ പോർട്രേറ്റ് വരയ്ക്കുന്ന സമയത്ത് അവൻ പിന്നെ ശരിയാകുന്നില്ല, എന്നെ കിട്ടുന്നില്ല. അന്നേരം ശരിയാവാൻ വേണ്ടിയിട്ട് അവൻ ചീർപ്പെടുത്ത് വന്നിട്ട് എൻ്റെ മുടി നേരെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഒരർത്ഥത്തിൽ സംഭവിക്കുന്നത്. അപ്പോഴാണ് റിയലിസത്തിനൊക്കെയുള്ള ഒരു കഥ, ഒരു ഷോർട്ട് പിന്നെ അനക്ഡോട്ട് ഞാൻ ഓർമ്മിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ഒരു വലിയ റിയലിസ്റ്റ് കലാകാരൻ പിന്നെ വരച്ചു കഴിഞ്ഞപ്പോൾ ഒരു വൃക്ഷം പെട്ടിട്ടില്ല, ഒരു വൃക്ഷം വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വെട്ടി മാറ്റിയിട്ടാണ് അയാൾ ഈ പോർട്രേറ്റ് സീൻ ചെയ്യുന്നത്. അതുപോലെ ഈ കുട്ടി എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ അവന് വഴങ്ങാൻ വേണ്ടിയിട്ട്, എൻ്റെ ചിത്രം അവന് വഴങ്ങാൻ വേണ്ടിയിട്ട് എന്നെ മാറ്റുക. ഇത് നടന്നുകൊണ്ടിരിക്കുന്നു കലാകാരന്മാരുടെ. ഇങ്ങനെ ഈ പേഴ്സണൽ അനുഭവങ്ങളെ ദാർശനികമായി ചിത്രീകരിക്കുക, വ്യക്തി അനുഭവങ്ങളെ ഒരു വലിയ ജനതയുടെ സമഷ്ടി അനുഭവമായി മാറ്റുക, അത് കവിതയിൽ ഭംഗിയായി ചെയ്യുക, വിജയിക്കുക, അങ്ങനെ ചെയ്യുന്ന ഒരാൾ മറ്റൊരു മാധ്യമത്തിൽ വീണ്ടും ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പക്ഷേ ഈ കവിതയുടെ ഒരു ക്യാൻവാസ് പ്രത്യക്ഷത്തിലെങ്കിലും ചെറുതാണ്. ഇപ്പോൾ ഒരു ജീവിതം എഴുതാൻ അത് പോരാ, ഇത്രമാത്രം എന്നുള്ള ഒരു പിന്നെ നോവൽ എഴുതുന്നു. അപ്പോൾ അതിന് ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു ഡീപ്പ് മെഡിറ്റേഷനാണ് ആ നോവൽ. അപ്പോൾ അത് പല കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം. ഈ ആളുകളെ അറിയാവുന്നതൊന്നും എനിക്ക് എന്തിൽ പ്രകാശിപ്പിക്കാൻ പറ്റില്ല? കവിതയിൽ പറ്റില്ല. അപ്പോൾ ഇത്ര ആളുകളെ എനിക്കറിയാം, ഇത്തരം അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. അതൊക്കെ പ്രകാശിപ്പിക്കണമെങ്കിൽ നോവൽ പോലെ ഒന്ന് വേണം. പക്ഷേ അവിടെയും കവിതയിൽ എങ്ങനെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നോ അതേ സൂക്ഷ്മതയോടുകൂടിയാണ് ഉപയോഗിക്കുക. എനിക്കല്ലാതെ പറ്റില്ല.
ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ ചലഞ്ചിങ് ആയത് കവിതയാണോ നോവലാണ്? കവിതയെ സംബന്ധിച്ചിടത്തോളം ഈ വെല്ലുവിളിയില്ല. എന്താന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടിയതിന് ശേഷമാണ്. ഒരു കവിതയിൽ കാവ്യബീജം നമ്മുടെ മനസ്സിലേക്ക് വന്നു. ചിലപ്പോൾ 1-2 വരികൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ടീച്ചർ ഇപ്പോഴും 2-ലാണെന്നുള്ള ഒരു വരി വരിക ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ ചേർക്കുക. അതെങ്ങനെയായിരിക്കും എന്ന് ഏതാണ്ടൊരു രൂപം ഈ വരിയുടെ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടാവും. മറ്റൊരു വാക്യത്തിനും ഇല്ലാത്ത പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു വാക്യം കിട്ടുമ്പോഴാണ് അതിനെ തുടർന്നുള്ള വരികൾ എവിടെയോ അക്ഷമമായി കാത്തു നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് അത് റിലീസ് ചെയ്താൽ മതി, അത് പുറത്തെടുത്താൽ മതി. ഇതാണ് കാവ്യരചനയുടെ പണി. അത് പല ദിവസങ്ങൾ കൊണ്ട് പുറത്തെടുത്താൽ മതി. ഇപ്പോൾ ഈ എല്ലാ കവിതകളും 5-8 മാസമൊക്കെ എടുക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതിക്കൊണ്ടിരിക്കുകയല്ല, ഒരു വരി അവിടെ എഴുതിയിട്ടുണ്ടാവും, പിന്നെ ഒരു 2-3 വരി തുടരും, പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പൂരിപ്പിക്കും. ഇതൊരു കവിത വന്നാൽ മാത്രം ഈ വരിക്ക് എനിക്ക് പറ്റുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാകുമ്പോൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഒരു പ്രയാസമില്ല ഈ എഴുത്തിനെ സംബന്ധിച്ച്. നോവലിനെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടും പ്രയാസപ്പെട്ടിട്ടില്ല. വളരെ പെട്ടെന്നാണ് ഈ ഇത്രമാത്രം നോവൽ എഴുതുന്നത്. കുറഞ്ഞ കാലമേ എടുത്തിട്ടുള്ളൂ. ഓർമ്മകളാണ് അധികവും അതിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ളത്. ഈ വയനാടൻ ജീവിതത്തിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. കോന്തലയിൽ ഞാനത് എഴുതി. അപ്പോൾ ഈ സന്തോഷ് കുമാർ എന്നോട് പറഞ്ഞു, ഇങ്ങനെ മാഷ്ക്ക് അതൊരു നോവലാക്കിയാൽ പോരെ, എന്തിനാണ് അത് ഇങ്ങനെ എഴുതിയത്? കോന്തല. അപ്പോൾ കോന്തലയിലും ഒരു ഫിക്ഷൻ്റെ എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അയാളോട് പറഞ്ഞു, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചു അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു നാടിൻ്റെ രേഖയല്ലേ അത്, ഒരു നാടിൻ്റെ ജീവചരിത്രം, ആത്മകഥ. എനിക്ക് മാത്രം എഴുതാവുന്ന ഒരു ആത്മകഥയുണ്ട് വയനാടിന് എന്നതുകൊണ്ടാണ് ഞാൻ ആ ആത്മകഥ എഴുതിയത്. ആ ആത്മകഥ എഴുതിയിട്ടില്ലെങ്കിൽ വയനാടിന് ആ തരത്തിലൊരു ആത്മകഥ ഉണ്ടാവില്ല. കാലം പോവുമല്ലേ, കാലം കടലെടുത്ത് പോവുകയെന്ന് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ വയനാടൊക്കെ എടുത്തുപോയി. വയനാട്ടിലെ തണുപ്പിന്നില്ല, വയനാട്ടിലെ മഴയുന്നില്ല, വയനാട്ടിൽ ഞാൻ കണ്ടുപരിചയിച്ച തരം ആളുകൾ ഇന്നില്ല, വയനാട്ടിലെ ഏകാന്തത ഇന്നില്ല. വയനാട് മറ്റൊരു നഗരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വയനാടിനെ സൂക്ഷിച്ചു വെക്കണ്ടേ ഒരു സ്ഥലത്ത്? ആ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ഞാൻ ഉണ്ടാക്കിയത്. കുറഞ്ഞ വിധാനത്തിൽ, കുറഞ്ഞ സ്ഥലത്ത് ഞാനത് സൂക്ഷിച്ചു വെച്ചു. ആ പുസ്തകങ്ങളുടെ എല്ലാ വർഷവും ഓരോ പതിപ്പിറങ്ങും. അതങ്ങനെ ഇത്രമാത്രം തിരിച്ചെത്തിയാൽ നോവലിലേക്ക് തിരിച്ചെത്തിയാൽ അപ്പോൾ ഇതിലുള്ള സാധ്യതകൾ അവിടെ ഇരിക്കുന്നു. പിന്നെ ഈ ഭാഷ എൻ്റെ കൈവശമുണ്ട് താൻ. ആ ഭാഷ ഞാൻ ലേഖനങ്ങളിലൊക്കെ ഉപയോഗിക്കും. ഈ ഭാഷയ്ക്ക് വാസ്തവത്തിൽ കവിതയിലിരിക്കുമ്പോഴും നോവലിലിരിക്കുമ്പോഴും ലേഖനങ്ങളിലിരിക്കുമ്പോഴും ഒന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ചെറിയ നർമ്മവും ചെറിയ നിരീക്ഷണവും ഒക്കെയുള്ള ഒരു വായനക്കാർക്ക് സുഗമമായിട്ട് വായിക്കാവുന്ന ഒരു തരം ഒരു ഭാഷ എങ്ങനെയോ രൂപം കൊണ്ടിട്ടുണ്ട്. അതിന് കാരണക്കാരൊരാൾ തീർച്ചയായിട്ടും ഒ. വി. വിജയനാണ്. എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ പ്രിയ വായനക്കാരൻ അയാളാണ്. അയാളുടെ ഒരു കുടിപ്പള്ളിക്കൂടത്തിലാണ് ആ കുട്ടികളെ പോലെ ഞാനും പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആമിനേനെയും മറ്റേ അപ്പുകിളിയൊക്കെ പോലെ അതിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. രവീൻ്റെ ക്ലാസ് പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഭാഷയോട്, വാക്കിനോടൊക്കെ ഇത്ര ഇഷ്ടം, ഇത്ര സൂക്ഷ്മത. വിജയൻ പറയുന്നുണ്ട് ഇങ്ങനെ, ഇത്ര നമ്മുടെ കവികൾ പോലും, ഇപ്പം വൈലോപ്പിള്ളിയോ ഇടശ്ശേരിയോ ഒന്നും വിജയനെ പോലെ വാക്കുകൾ ഇങ്ങനെ ഓമനിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ വാക്കുകളെ സ്നേഹിക്കുകയും ഓമനിക്കുകയും ഒക്കെ. അപ്പോൾ വിജയൻ പറയുക, ഈ NBSൻ്റെ മാനേജറായിട്ടുള്ള മാധവൻ നായർക്ക് കത്തെഴുതുമ്പോൾ ബാക്കി തുക തുടച്ചയച്ചു തരണേ എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് ഇത്തരം പ്രയോഗങ്ങളും ഇത്തരം ഭംഗികളും ഒക്കെ എന്നെ വല്ലാതെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചു. ഈ 2 നോവലുകളിലും സ്ത്രീ ജീവിതം വളരെ ആഴത്തിൽ, വളരെ അടുത്ത് സൂക്ഷ്മമായി വിലയിരുത്തുന്നൊരു എഴുത്തുകാരനെ കാണാം. കവിതയിൽ മാഷുടെ ലേഖനങ്ങളിലും കാണാം, സാഹിത്യ നിരൂപണത്തിലും, മലയാള കവിതയിൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഫിക്ഷനിൽ സ്ത്രീകൾ എങ്ങനെ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളത്, അവരെ എങ്ങനെ നോക്കി എന്നുള്ളത് മാഷുടെ വിശേഷപ്പെട്ട ഒരു നോട്ടത്തിൻ്റെ രീതിയാണ്, നിരീക്ഷണമാണ്. ഈ നോവലിലേക്ക് എത്തുമ്പോൾ ഇത് ആലോചിച്ച് നേരത്തെ ഉറപ്പിച്ചൊരു വിഷയമാണോ സ്ത്രീ ജീവിതത്തെ പലതായി? അങ്ങനെയല്ല. ഇപ്പോൾ കുമാരനാശാനെ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ജെൻഡറാന്ന് പറയാം. കുമാരനാശാൻ്റെ കൃതികളിൽ ഒക്കെ നായികാ പ്രധാനങ്ങളാണ്. അപ്പോൾ
എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു രാമകൃഷ്ണ ഗൗഡർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ രാത്രി സമയത്ത് സാരിയും ബ്ലൗസും ഒക്കെ എടുത്തു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്നിട്ട് പോലരും വരെ അയാളൊരു സ്ത്രീ ആയിട്ടിരിക്കും. കുമാരനാശാൻ എഴുതുമ്പോൾ സാരിയും ബ്ലൗസും എടുത്തിടും. ഒരു സ്ത്രീ ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരം മുഴുവൻ. ഈ സ്വഭാവം എങ്ങനെയോ എനിക്കും പകർന്നു കിട്ടിയിട്ടുണ്ട്. ഞാൻ എഴുതുമ്പോൾ ഒരു സ്ത്രീയായിട്ട് പരിണമിക്കുന്നു. അങ്ങനെ ഞാൻ ഇത്രമാത്രത്തിലെ സുമിത്രയായിത്തീരുന്നു, പിന്നെ സുലഭയായിട്ട് മാറുന്നു. അങ്ങനെ പഠനങ്ങളിൽ കുമാരനാശാനെ ഈ സവിശേഷത ഞാൻ കണ്ടെത്തുന്നു. ഈ മനുഷ്യൻ ഒരു പുല്ലിംഗ പ്രത്യേകാന്ത പദമാണല്ലോ. മനുഷ്യൻ പുല്ലിംഗ പ്രത്യേകാന്ത പദമായതുകൊണ്ട് സ്ത്രീ മനുഷ്യനല്ലാണ്ടായി മാറി. മനസ്സിലായില്ലേ? ആ സ്ത്രീയെ മനുഷ്യനാക്കുകയാണ് ആര് ചെയ്തത്? കുമാരനാശാൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീ മനസ്സ് കുമാരനാശാൻ്റെ അത്ര സവിശേഷമായിട്ടിരിക്കുന്നു. അതിനോട് കൊതി തോന്നിയത് കൊണ്ടൊന്നൊന്നുമല്ല, ആ തരത്തിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ, ഞാൻ ആണുങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല, പെണ്ണായിട്ട് ആകാനായിട്ട് ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ എഴുതുമ്പോൾ പെണ്ണാണ്. വളരെ സ്ത്രൈണായിട്ടുള്ള ഒരു പദാവലിയൊക്കെ ഉണ്ട് ഏതോ വിധത്തിൽ സൂക്ഷിച്ചു നോക്കിയാൽ, അല്ലേ? ഈ കാവ്യ വായനക്കാരാണോ നോവൽ വായനക്കാരാണോ കൽപ്പറ്റ നാരായണനെ കൂടുതൽ കണ്ടെത്തിയത്? എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് തോന്നുന്നു? കുഴക്കുന്ന ചോദ്യമാണ്. എന്ന് പറഞ്ഞാൽ കവിത ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അപൂർവമായിട്ട് മനോഹരമായിട്ടുള്ള കത്തുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വന്ന കത്തുകളിലൊക്കെ ഒരു പെൺകുട്ടിയുടെ ഒരു കത്തുണ്ടായിരുന്നേ. അപ്പോൾ അവൾ പറയുന്നത് മലയാള കവിത വായിക്കുന്ന ഒരാളായിരുന്നില്ല അവൾ. പക്ഷേ മാഷയുടെ കവിത വായിച്ചിട്ട് ഞാനിപ്പോൾ കവിത വായനക്കാരിയാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ നോവൽ വായിച്ചിട്ട് തളർന്നു പോയ ആളുകളുണ്ട്, പ്രത്യേകിച്ച് എവിടം വായിച്ചിട്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് തീർച്ചയായും അറിഞ്ഞുകൂടാ, ഏതായിരിക്കും എന്തായിരിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. സാഹിത്യ നിരൂപകൻ എന്നുള്ള നിലയ്ക്ക് കൽപ്പറ്റ നാരായണൻ എന്ന എഴുത്തുകാരനെ കേരളത്തിലെ നിരൂപകർ വേണ്ടത്ര ഖനനം ചെയ്തോ? ഇല്ല. എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത് വലിയ ചോദ്യമായിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഉറപ്പായിട്ടും പറയാം ബഷീറിനെക്കുറിച്ച്, ആശാനെക്കുറിച്ച്, ഇപ്പോൾ രാധാകൃഷ്ണനെക്കുറിച്ച്, മേരി രാധാകൃഷ്ണനെക്കുറിച്ച്, ഇവരെക്കുറിച്ചൊക്കെ പിന്നെ ഈ കാരൂരിനെക്കുറിച്ച്, വൈലോപ്പിള്ളിയെക്കുറിച്ച്, പിന്നെ എടശ്ശേരിയെക്കുറിച്ച്, ബാലാമണിയമ്മയെക്കുറിച്ച് പ്രത്യേകിച്ച് ലേഖനം എഴുതിയിട്ടുള്ളത്. എന്നിട്ടൊക്കെ ആ ഒരു പ്രാധാന്യം ഒരാളും എനിക്ക് തരാറില്ല. ഇപ്പോൾ വിമർശന പുസ്തകത്തിന് സമ്മാനം കിട്ടിയിട്ട് പോലും ഈ വിമർശന ചർച്ചകളിലൊന്നും എനിക്ക് സ്ഥാനമില്ല. അപ്പോൾ അതെന്തുകൊണ്ട് വിമർശകർ മാഷിനെ കവിയായി കാണുന്നു, കവികൾ മാഷിനെ വിമർശകനായി കാണുന്നു, അങ്ങനെയാണ്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും ഇയാളെ ഒഴിവാക്കണം എന്നുള്ളൊരു മോഹമുണ്ട്. അവനവൻ്റെ മേഖലയിൽ ഇയാൾ വേണ്ട. അതനുഭവിച്ചിട്ടുണ്ട്. കവികൾ തീർച്ചയായിട്ടും കവികളുടെ കൂട്ടത്തിൽ ഇയാൾ വേണ്ട. നമ്മുടെ ഒരു കവി എന്നോട് പറഞ്ഞു, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കവിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുള്ളത്, മാഷ വിചാരങ്ങളാണ് എഴുതേണ്ടത്. വിചാരം അല്ലാതെ എന്താ എഴുതേണ്ടത് ഒരാൾ, അല്ലേ? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഒഴിവാക്കണ്ട. അപ്പം അവനവൻ്റെ മേഖലയിൽ ഞാൻ വേണ്ടാന്ന് കവികളും നിരൂപകരും നോവലിസ്റ്റുകളും വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റേതായിട്ട് ഉറപ്പുള്ളൊരു മേഖലയുണ്ട്, അത് ഈ ഉപന്യാസങ്ങളാണ്. അതിൽ അവകാശം പറഞ്ഞ ആരും വരില്ല. ഈ അടുത്ത് ടി പത്മനാഭൻ മലയാളത്തിലെ കവികളെയും കവിതകളെയും കുറിച്ച് പറയുമ്പോൾ ഒരിത്തിരി അതിശയോക്തി പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ ഫലം ചെയ്യുമല്ലോ. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കേരളത്തിൽ കവികളാണ് എന്നാണ്. കവികളുടെ അതിൻ്റെ അതിശയോക്തി മാറ്റി വെച്ചാലും കവികളുടെ ഒരു പെരുപ്പം ഉണ്ട്. കവികളുടെ ഈ പെരുപ്പം കവിതയുടെ അന്തസത്തയെ, അതിൻ്റെ ഗൗരവത്തെ, അതിൻ്റെ ഗഹനതയെ ചോർത്തിക്കളയുന്നതായി താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും പേർ ശരിയായി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ പോലും കാവ്യകല ഒരു മാധ്യമമാണെന്ന് ബോധ്യമുള്ളവരാണല്ലോ. അതിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ടി പത്മനാഭൻ്റെ സങ്കല്പത്തിലുള്ള കവിത അല്ലായിരിക്കാം അവർ എഴുതുന്നത്. പക്ഷെ കവിത എന്ന് പറയുന്ന മാധ്യമത്തിൽ പ്രവർത്തിക്കാൻ ഇത്രയധികം ആളുകൾക്ക് പ്രേരണയാകുന്നുണ്ടെങ്കിൽ അതൊരു മാധ്യമം എന്ന നിലയിൽ പ്രാധാന്യം നേടുക തന്നെയല്ലേ ചെയ്യുന്നത്. മാത്രമല്ല, അലസരായിട്ടുള്ള വായനക്കാരല്ലാതെ ഞാൻ പുതിയ ആളുകളുടെ ഒക്കെ വായിച്ചു നോക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക്
അത്ഭുതകരമായ ചില വരികളൊക്കെ ഏതായാലും കിട്ടാറുണ്ട്. കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സാംസ്കാരിക പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഈ മലയാളിയുടെ പുതിയ കാലത്തെ അതിൻ്റെ സ്വഭാവത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? വാസ്തവത്തിൽ പ്രഭാഷണം ചെയ്യാൻ കൊത്തിപ്പിക്കുന്ന വിധത്തിലാണ് പ്രതികരണം കിട്ടുന്നത്. ഇപ്പോൾ കവിതയ്ക്കൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പ്രതികരണം, പിന്നീട് വരാനിരിക്കുന്നത്. ഇത് തൽക്ഷണ പ്രതികരണം ആണ്. ഇടപെട്ടൊന്ന് ചോദിക്കട്ടെ, മാഷുടെ മനസ്സിലെ ആ ഉജ്ജ്വലനായ പ്രഭാഷകൻ ആരൊക്കെയാണ്? മാഷുടെ മുമ്പിൽ ഉണ്ടായിരുന്ന മാഷ് എം.എൻ. വിജയൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ഞാൻ വന്നിട്ടുണ്ട്, പിന്നെ കോഴിക്കോട്ടേക്ക്. അതിനു മുമ്പ് ഞാൻ സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അപ്പോൾ സുകുമാർ അഴീക്കോടിനുള്ള ഒരു പ്രതിപത്തിക്ക് വലിയ മങ്ങൽ സംഭവിച്ചു വിജയ മാഷുടെ പ്രസംഗം കേട്ടപ്പോൾ. അങ്ങനെ വിജയ മാഷോട് എനിക്ക് കടുത്ത ആരാധന. വ്യത്യാസം മാഷിന് എങ്ങനെയാണ് തോന്നിയത്? അഴീക്കോടും അല്ല, അത് മാറി വരുന്നു, ഞാൻ പറയാം. അപ്പോൾ കടുത്ത ആരാധന തോന്നിയെന്ന് മാത്രമല്ല, എം.എൻ. വിജയൻ പഠിപ്പിക്കുന്ന കോളേജിൽ എനിക്ക് പഠിപ്പിക്കണമെന്നായി. ഞാൻ അവിടെ പോയി ചേർന്നു, ബ്രണ്ണനിൽ പോയി ചേർന്നു. ആദ്യം അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ അവിടെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് മേശചാരി നിൽക്കുന്ന ഒരാളാണ്. എന്നെ സ്വീകരിക്കാൻ മാഷ് വന്നു. 11 മണിക്കാണ് ഞാൻ ചെല്ലുന്നത്. മാഷ് ഞാൻ വരുമെന്ന് അറിഞ്ഞിട്ട് അപ്പോൾ വകുപ്പ് അധ്യക്ഷനല്ല, അതൊന്നും സ്വീകരിക്കില്ല അദ്ദേഹം, അവിടുത്തെ സീനിയർ മോസ്റ്റ്. മാഷെന്നെ സ്വീകരിച്ചു ആ മുറിയിലേക്ക്. ഏതായാലും അവിടെ വലിയ വെല്ലുവിളിയുണ്ട്. അവിടെ വിജയ മാഷ് മാത്രമേ ഉള്ളൂ ആ കോളേജിൽ. വേറെ അധ്യാപകരുണ്ട് എന്നല്ലാതെ സത്യത്തിൽ ആരുമില്ല. സത്യത്തിൽ വിജയ മാഷ്. അപ്പോൾ അവിടെ ഒരു ഇടം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ലേശം പാടുണ്ട്. ഏതായാലും ഞാൻ പരാജയപ്പെട്ടില്ല. ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു സംഘം എനിക്കുണ്ടായി വൈകാതെ. എൻ്റെ ഒരു ചെറിയ നർമ്മബോധവും പിന്നെ കുട്ടികളുമായിട്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സംസാരിക്കുന്ന സമയത്തുള്ള ഈ ഒരു പാഷൻ, ഈ രചനയോടുള്ള പാഷൻ, ഒരു തരത്തിൽ വിജയ മാഷിലുള്ള ഒരു സർഗാത്മകതയുടെ വേറൊരു വഴി എന്നിലൊക്കെ തുറന്നുകൊണ്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല. അവിടുത്തെ ഒരു മികച്ച മാഷായിട്ട് തന്നെ ഞാൻ പുറത്തേക്ക് വരികയും ചെയ്തു, മാറ്റം വാങ്ങി വരുമ്പോഴേക്കും. പക്ഷേ ഈ സുകുമാർ അഴീക്കോടും വിജയ മാഷുമായിട്ട് വലിയ വ്യത്യാസമുള്ളത് ഞാൻ പിന്നെയാണ് ഗ്രഹിക്കുന്നത്. വിജയ മാഷ് തൻ്റെ ജീവിതകാലം മുഴുവൻ സംഭരിച്ചത് മനസ്സിലിങ്ങനെ നിറച്ച് വെച്ചിരിക്കും. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാതെ വിജയ മാഷ് ചെയ്യാം പ്രസംഗവേദിയിൽ. അത് വിചിത്രങ്ങളായ വാക്യങ്ങളിലൂടെ, ഇങ്ങനെ ബ്രില്യൻ്റായിട്ടുള്ള വാക്യങ്ങളിലൂടെയാണ് അത് ചെയ്യുക. സുകുമാർ അഴീക്കോടാകട്ടെ തൽസന്ദർഭത്തിൽ നിന്നുണ്ടാകുന്ന ക്ഷിപ്രപ്രതികരണം, അതെ, അവിടെ നിന്നുണ്ടാകുന്ന ഒരാശയം. ഒന്നുകിൽ സ്വാഗത ഭാഷകൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ മൈക്കിൻ്റെ കുഴപ്പമായിരിക്കാം. ഇതിൽ നിന്നൊക്കെ പതുക്കെ ഒരു പ്രസംഗം രൂപപ്പെടുത്തിയെടുത്ത് മെല്ലെ, അത് VVS ലക്ഷ്മണനൊക്കെ ക്രിക്കറ്റ് കളിക്കും പോലെയാണ്. ആദ്യത്തെ പന്തിലൊന്നും കിട്ടില്ല, വെറുതെ ബാറ്റിങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ 4 വരുന്നു, 6 വരുന്നു, അയാൾക്ക് വഴങ്ങി പിന്നെ സുലഭമായ 4കൾ പോലെ ഈ പിന്നെ മുട്ടി കുടിച്ച് സുഖമായിട്ട് കുടിക്കുന്ന ഒരാട്ടിൻകുട്ടിയെ പോലെ സുകുമാർ അഴീക്കോട് പ്രസംഗിക്കും. അപ്പോൾ ഈ വാക്യങ്ങൾ വളരെ മനോഹരങ്ങളായിട്ട്, എന്താ പറയുക, മാഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഗരുഡയാനം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ നിലം തൊടാതെ പോയി അവസാനിക്കും. ആ വാക്യങ്ങൾക്കൊക്കെ വളരെ ഭംഗിയുമുണ്ട്. പക്ഷേ എന്താ പറയുക, ചിന്തയുടെ, പോയട്രിയുടെ ഈ ബ്രില്യൻസ് വിജയ മാഷ്ക്കുള്ളത് പോലെ സുകുമാർ അഴീക്കോടിനില്ല. പിന്നെ വിജയ മാഷെ പിന്തുടരാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ പിന്തുടർന്നത്. സുകുമാർ അഴീക്കോടിനെ പിന്തുടരാൻ പറ്റുന്നതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ പിന്തുടർന്നത്. സമയപരിമിതി മൂലം ഈ സംഭാഷണം ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. കൽപ്പറ്റ നാരായണൻ്റെ തുടർവിശേഷങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം.